പക്ഷേ ഇത് ഈ സ്റ്റംപിങ്ങിലേക്ക് തന്നെ ഇന്ന് ഇപ്പൊ ആധുനിക രീതിയിലുള്ള അക്രലിക് പെയിന്റ് ഒക്കെ ഉള്ള സമയത്തും മാഷ ഈ സ്റ്റംപിങ്ങിലേക്ക് തന്നെ ഒതുങ്ങി ചെയ്യാനുള്ള കാരണം അതായത് ഈ സ്റ്റംപിങ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പഴയ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് മെത്തേഡിൽ പെൻസിൽ കൊണ്ട് ഉപയോഗിക്കുന്ന മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പം നമ്മുടെ ഒരു പൗഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ പൗഡർ കൊണ്ട് ഫോട്ടോഗ്രാഫി ചെയ്ത് കഴിഞ്ഞ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റും ഷെയ്ഡും കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവന്ന് നല്ലൊരു ഇമേജ് കിട്ടും ആ ഫോട്ടോയിൽ. അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് വാഷബിളാക്കും. പിന്നീട് അത് നല്ലൊരു പേപ്പർ, അതായത് ഉപയോഗിക്കുന്ന പേപ്പർ വാട്ടർമെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറുണ്ട്, പിന്നെ കെൻഡ്, ഇങ്ങനെ രണ്ട് തരത്തിലാണ്. വാട്ടർമെൻസ് ഇപ്പോൾ കിട്ടാനില്ല, പിന്നെ ഫോറിൽ നിന്നുള്ള എൻ്റെ പേപ്പറൊക്കെ നമ്മൾ വരുത്തും. അപ്പോൾ കൊണ്ടുവന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അധികം ആൾക്കാരും വാഷ് ചെയ്യില്ല, കാരണം റിസ്ക്കാണ് ഈ ഫീൽഡ്. കാരണം വെച്ചാൽ വെള്ളത്തിൽ മുട്ടിയാൽ ഈ അലിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്യുന്ന വർക്ക് നീറ്റ് അല്ലെങ്കിൽ പിക്ചറുണ്ടാവും. അപ്പോൾ അത് ഒരു മെത്തേഡ് ഞങ്ങൾ പിന്നെ രണ്ടുപേരും അങ്ങനെ പണ്ടേ ഇത് ശീലിച്ചത് കൊണ്ട് കുറെ പിന്നെ ഈ സ്റ്റംപിങ് പൗഡർ ഇപ്പൊ തൊട്ടാ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുമ്പോ നമ്മൾ ചിത്രം ചെയ്യുമ്പോ ഇത് തൊട്ടാ പറ്റുന്നു. അപ്പൊ മാഷ് ചെയ്യുന്ന ഈ സ്റ്റംപിങ് പറ്റുന്നില്ല, അതെന്നാ സംഭവം? അതിന് സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്ക് പേപ്പറും സ്റ്റിക്കും ഈ പൗഡറും മാത്രമേ വരുള്ളൂ, കൈ വരെ തൊടുകയില്ല. ആ സ്റ്റിക്ക് കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് അത് പിന്നെ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉരുട്ടി ചെയ്യണം. അതിനാണ് സ്റ്റിക്ക്. പെൻസിൽ മുലമാതിരി നമ്മൾ പേപ്പർ ചുരുട്ടി സ്റ്റിക്ക് ഉണ്ടാക്കലാണ് നമ്മുടെ പെൻസിൽ ഉപയോഗിക്കുന്നത്. പെൻസിലിന് പകരം ഉരുട്ടിയിട്ട് പിന്നെ പെൻസിൽ മാതിരി മോഡലാക്കിയിട്ട് ആ പൗഡറിൽ മുക്കി വരച്ച് പോയിൻ്റായിട്ട് ചെയ്യും. അപ്പോൾ പിന്നെ കണ്ണിൻ്റെ പൊടികൾ കണ്ണ് മറ്റ് മൈനോട്ടായിട്ട് നമ്മളെ ആധുനിക ചിത്രകാരന്മാർക്ക് ഇത് ഒരു ഫിക്സർ എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കുന്നത്. ഇതിന്റെ മേലെ ഇല്ല, അതില്ല. ഇത് ഞങ്ങൾ പിന്നെ ശരിക്കും വാട്ടർ തന്നെയാണ്. കാരണം വെച്ചാൽ അത് ഏത് കാലത്തും പോയി പോലെ പേപ്പർ. കാരണം ഈ പേപ്പറും ഈ സ്റ്റംപിങ് പൗഡറും തമ്മിൽ ഇതിനോട് ഒട്ടിച്ചേരും. അതൊരിക്കലും കൈയോട് തൊട്ടാലും ഉരച്ചാലും പോകും. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ കെമിക്കൽസ് അല്ല, ഇത് കെമിക്കൽസ് അല്ല, ഇത് നാച്ചുറലാണ്. അപ്പൊ നമ്മളെ പോലെ ആധുനിക ചിത്രകാരന്മാർക്കൊക്കെ ഇതൊരു ഗുണപാഠമാണ്. അപ്പൊ നമ്മളും ഇത് ഈ രംഗത്തേക്ക് വന്നാലോ എന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്നു. പക്ഷെ വളരെയധികം ക്ഷമാശീലനായിരിക്കണം ഈ ചെയ്യേണ്ടത്. കാരണം ഇല്ലെങ്കിൽ അവൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് മതിയാകും. കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ വേഗം പിന്നെ പെട്ടെന്ന് ബ്രഷ് കൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒഴിവാക്കുന്നതാണ്. ഇത് മൈൻഡ് പ്രധാന ഘടകം, പിന്നെ ക്ഷമ പ്രധാന ഘടകം,
പിന്നെ നമ്മളെ പിന്നെ മനസ്സിനോട് കൂടുതൽ ഇത് പിക്ചറും നമ്മളുമായിട്ടൊരു ആത്മബന്ധം വേണം ആവണം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ മുക്കാൽ വായിക്കഴിഞ്ഞാൽ ഗുരുനാഥനെ ഇറങ്ങി ഏൽപ്പിക്കും. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതൊരു അപൂർവ സംഭവമാണ്. നമ്മളൊക്കെ ഒരു ചിത്രം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റക്കാരി നിങ്ങൾ രണ്ടാളും ഇത്രയും 4 കണ്ണുകളാണ് അവിടെ ഒരു ഈ ചിത്രത്തിന്റെ എല്ലാ പോരായ്മകളും പരിഗണിച്ചിട്ടായിരിക്കും പുറത്തോട്ട്. അപ്പോൾ അത് കൂടുതൽ ഇമേജ് കിട്ടും. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 230ഓളം പോർട്രേറ്റ് വരേണ്ട കാരണമാണ് ഈ ഫീൽഡിൽ തന്നെ. കാരണം ആളുകൾ നമ്മൾ ആകർഷിച്ച് നമ്മൾ വേഗത്തിൽ നശിച്ചു പോവുകയില്ല. കാരണം ഇപ്പോൾ പയ്യന്നൂരെ സംഘം സ്റ്റുഡിയോക്കാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ നമ്മളെ കൊണ്ട് വരപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ സംഘം നാരായണൻ സ്റ്റുഡിയോക്കാരൻ വരപ്പിക്കുകയാണ്. കാരണം എവർ ലാസ്റ്റിംഗ് ആണെങ്കിൽ ഇതേ പറ്റൂ, ഈ സ്റ്റെപ്പിങ്ങേ പറ്റൂ, മറ്റത് വളരെ വേഗത്തിൽ പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കിയവർ ഈ ഫോട്ടോയെ വരക്കും. അപ്പോൾ അതിനാണ് ഈ സ്റ്റെമ്പിങ് വർക്കോട് കൂടുതൽ. ഇത്രയും അന്ന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ റെഡി 14-ാം ദിവസം 41-ാം ദിവസം ഒരു ഫോട്ടോ റെഡി ഇവിടെ വരും. ക്യാമറയുടെ എടുത്താൽ ആ ലാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ വരക്കുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ചെറിയ വീക്ക് കാണുന്നുണ്ടെങ്കിൽ മറ്റവരുടെ കണ്ണിൽ കൂടെ കാണും. അപ്പോൾ അത് അന്നേരം തന്നെ കറക്റ്റ് ചെയ്തു. അവിടെ ലേശക്കുഴപ്പ് പൂട്ട് അല്ലെങ്കിൽ ലേശക്കുറക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ആ കിട്ടേണ്ട പിന്നെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കംപ്ലീറ്റ് നമുക്ക് ഇനി ഒറിജിനാലിറ്റി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ആ ഫിഗർ അത്രയും ആകർഷണം. അതുകൊണ്ടാണ് ഫോട്ടോ വരക്കണം എന്ന് പറഞ്ഞു. പിന്നെ പെയിൻറ്റിങ് ക്യാൻവാസിനെ പറ്റൊക്കെ ഇപ്പോൾ പിന്നെ ആർട്ടിസ്റ്റ് മറ്റേ ഓയിൽ പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റ് അതൊക്കെ പിന്നെ പോകുന്നുണ്ട്. അത് ഇവിടുത്തെ രവിവർമ്മ ചിത്രം മാതിരി അങ്ങനെ പോകുന്നുണ്ട്. അത് അപൂർവം നമ്മൾ ഓയിൽ പെയിൻറ്റിന് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആശ്രയിച്ച് ഇതാണ് അശ്രയിക്കുന്നത്.